വംശീയ രാഷ്ട്രീയമാണ് തമിഴ്നാടിന്റെ മുഖമുദ്രയെന്ന് വലതുപക്ഷ ശക്തികൾ ആക്രോശിക്കരുത്. നിങ്ങൾ മനഃപൂർവ്വം മറക്കുന്ന അമരത്വമുള്ള ഒരു ചരിത്രം തമിഴ്നാടിനുണ്ട്. ആ ചരിത്രത്തിന് ചുവപ്പിന്റെ നിറമാണ്. 44 കർഷക തൊഴിലാളികളുടെ രക്തത്തിന്റെയും കരിഞ്ഞ മാംസത്തിന്റെയും മണമാണ് ആ ചരിത്രത്തിനുള്ളത്. അതെ, ഇതുപോലൊരു ക്രിസ്തുമസ് രാവിലാണ് തമിഴ്നാട്ടിലെ കീഴ്വെൺമണി ഗ്രാമത്തിൽ 44 കർഷകർ രക്തസാക്ഷികളാകുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ടതിൽ വെച്ച് ദീർഘനാൾ നീണ്ടുപോകുന്ന 33 കർഷകർ രക്തസാക്ഷിത്വം വഹിച്ച കർഷക പ്രക്ഷോഭത്തിന്റെ നാളുകളിലൂടെ ഇവിടെ 52 വർഷത്തിനിപ്പുറം നിന്നുകൊണ്ട് T21 കീഴ്വെൺമണി സമരനാളുകളിലൂടെ സഞ്ചരിക്കുകയാണ്. 52 വർഷം മുമ്പ് ഒരു ക്രിസ്തുമസ് ദിനത്തിൽ ഈ കീഴ്വെൺമണി ഗ്രാമത്തിൽ 44 മനുഷ്യരെയാണ് തീയിട്ട് കൊലപ്പെടുത്തിയത്. കൂലിയിൽ ഒരു പിടി നെല്ല് അധികം ചോദിച്ചതിനാണ് ജാതിജന്മി ശക്തികൾ 16 സ്ത്രീകളെയും 21 കുട്ടികളെയും ഉൾപ്പെടെ 44 പേരെ ജീവനോടെ ചുട്ടിരിച്ചത്. ചെങ്കൊടിയുടെ തണലിൽ അവകാശ പോരാട്ടം നടത്തി രക്തസാക്ഷികളായവരുടെ അമരത്വത്തിന്റെ പേരാണ് കീഴ്വെൺമണി. തമിഴ്നാടിന്റെ നെല്ലറയായ തഞ്ചാവൂരിലാകെ CPIMന്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ മാന്യമായ ജീവിതത്തിനും കൂലി കൂടുതലിനും വേണ്ടി സമരരംഗത്തിറങ്ങിയ കാലം. തീർത്തും ദയനീയമായ അവസ്ഥയിൽ കഴിയുന്ന തൊഴിലാളികൾ, സ്വന്തമായി ഭൂമിയില്ലാത്ത കൂരകളിൽ താമസിക്കുന്ന ദളിതർ, അപ്പുറത്ത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമായുള്ള ജന്മിമാർ, യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത അടിമകളായിരുന്നു കർഷക തൊഴിലാളികൾ. 1940കളിൽ തഞ്ചാവൂരിലെ കർഷക തൊഴിലാളികളുടെ അവസ്ഥ CPM പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് G. രാമകൃഷ്ണൻ തന്റെ കീഴ്തഞ്ചൈ വ്യവസായികൾ ഇയക്കവും ദളിത് മക്കൾ ഉരിമൈകളും എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. പുലർച്ചെ 4 മണി മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യണം. 2 നേരം പഴങ്കഞ്ഞിയും ആഴ്ചയിലൊരിക്കൽ തുച്ഛമായ കൂലിയുമായിരുന്നു ലഭിച്ചിരുന്നത്. അസുഖമാണെങ്കിലും ജോലി ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ചാണകവെള്ളം കുടിപ്പിക്കലും ചാട്ടവാറടിയുമായിരുന്നു ശിക്ഷ. ജന്മിയുടെ അനുമതിയുണ്ടെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാനാവൂ. വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെട്ടിരുന്നു. ദുരിതങ്ങൾക്കെതിരായ അവകാശ സമരത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ജന്മി ഗോപാലകൃഷ്ണ നായിഡുവിന്റെ നേതൃത്വത്തിൽ സംഘടന രൂപീകരിച്ച് പോലീസ് സഹായത്തോടെ അക്രമങ്ങൾ അഴിച്ചുവിട്ടത്. കൂലി വർധനവ് വേണമെങ്കിൽ കീഴ്വെൺമണിയിലെ ചെങ്കൊടികൾ അഴിച്ചുമാറ്റണമെന്ന ആവശ്യം തൊഴിലാളികൾ തള്ളി. 1968 ഡിസംബർ 25-ന് പുറത്തുള്ള ആളുകളെ ഇറക്കി പണിയെടുപ്പിക്കാനുള്ള ശ്രമം സംഘർഷത്തിൽ കലാശിച്ചു. അന്ന് രാത്രി 10 മണിക്ക് നായിഡുവിന്റെ നേതൃത്വത്തിൽ തോക്കുധാരികളായ ഗുണ്ടകൾ ഗ്രാമം വളഞ്ഞു. നിരായുധരായ തൊഴിലാളികൾ പ്രാണരക്ഷാർത്ഥം വെറും 8 അടി നീളവും 5 അടി വീതിയുമുള്ള രാമയ്യന്റെ കുടലിൽ അഭയം പ്രാപിച്ചു. ചുറ്റും തീയിട്ട ഗുണ്ടകൾ രക്ഷപ്പെടാൻ ശ്രമിച്ച കുട്ടികൾ ഉൾപ്പെടെ 4 പേരെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. 44 പേർ മൃഗീയമായി കൊല്ലപ്പെട്ടു. ഇവിടെ ഇരുമുടിക്കെട്ട് മാതൃകയിൽ നെല്ല് കെട്ടി കൊണ്ടുവന്ന് പുഷ്പാർച്ചനയ്ക്ക് പകരം നെല്ലാണ് അർപ്പിക്കുന്നത്. വർഷങ്ങളായി ഇത് തുടരുന്നുണ്ട്. ഇന്ത ഒരു പടി നെല്ലു കാക്കതാൻ 44 പേർ ഉയിർ ഇഴന്താർ എപ്പടി മറക്ക മുടിയും എന്നാണ് നെല്ലുമായി അനുസ്മരണത്തിന് വരുന്ന സഖാക്കൾ ഇപ്പോഴും ചോദിക്കുന്നത്. സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് കരുത്തും ഊർജവും പകരുന്ന ഓർമ്മകളാണ് കീഴ്വെൺമണിയുടേത്. പുന്നലിനൊപ്പം ചോരമണക്കുന്ന വീരേതിഹാസം വിരചിച്ച കീഴ്വെൺമണിയുടെ രണസ്മരണയുടെ ഓർമ്മകൾക്ക് ഇന്നും ജീവനുണ്ട്. ഒന്നുകൂടി, അന്ന് ജന്മിമാരാണെങ്കിൽ ഇന്ന് കോർപ്പറേറ്റിന് കർഷകരെ വിൽക്കുന്ന മോദി ഭരണത്തിനെതിരെയാണ് നമ്മുടെ കർഷകർ സമരം ചെയ്യുന്നത്. ജനാധിപത്യ മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കേണ്ട പോരാട്ടത്തിന്റെ നാളുകളാണ് ഇന്ത്യ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്.